ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നമുക്കൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്, വാനില എസൻസ് എടുത്തിട്ടുണ്ട്, കുറച്ച് സൺഫ്ലവർ ഓയിലുണ്ട്, നെയ്യുണ്ട്, പഞ്ചസാരയുണ്ട്, പിന്നെ ഏലക്കായൻ്റെ പൊടിയും വേണം. ഇതാ, അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ നമുക്ക് മുട്ട ഈ ബൗളിലേക്ക് ഉടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്തോളൂ. പഞ്ചസാരയെല്ലാം ഇതിലരിയണം. കുറച്ച് നേരം വേണ്ടി വരും ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പിടുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ്. അപ്പോൾ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തിട്ട് കാണിക്കാം, ഇല്ലെങ്കിൽ ലെങ്ത്ത് കൂടിപ്പോവും വീഡിയോൻ്റെ. അപ്പോൾ ഇതേത് നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രം. കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ടേൻ്റെ സ്മെല്ലുണ്ടാവില്ലേ, അത് മാറ്റാൻ അതും ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ആദ്യം നല്ലോണം ഒന്ന് എല്ലാം ഇളക്കി ചേർക്കുക. നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത് മുട്ടയും പഞ്ചസാരയും ഉള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പോരെയെങ്കിൽ മൈദ എത്തൂല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. നമുക്കിത് നല്ലോണം കുഴച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതിനെ കൊണ്ട് തന്നെ കുഴച്ചെടുക്കും. നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. നല്ല വൃത്തിയിൽ കൈ കൊണ്ട് വയ്ക്കുക. കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മേലെയുള്ളതെല്ലാം നമുക്ക് തുടച്ചിട്ട് കൊടുക്കാം. ഇനിയെല്ലാം ഞാൻ കൈ കൊണ്ട് കുഴച്ചിട്ട് കാണിച്ചു തരാം. ഇതാ, കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നമുക്കിത് കുഴക്കാം.
പൊടിയായിട്ട്. വേറെ പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ആ മൈദ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പാകത്തിനായി. അഥവാ കുഴഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ്. പക്ഷേ കുറച്ച് ഗോതമ്പ് പൊടി കൂട്ടാം, ഒന്നും പേടി വന്നിട്ടില്ല. അപ്പോൾ ഇത് മാത്രം മതി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടുന്നില്ല, കുറച്ച് മാത്രം. ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ഈ ബിസ്ക്കറ്റ് പൊന്തി വരണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും ഞാൻ. ഓക്കെ, അപ്പോൾ അതും ഇട്ട് കൊടുത്ത് എന്നിട്ടൊന്നും കൂടി എല്ലാം നല്ലവണ്ണം കുഴച്ചെടുക്കാം. എന്നിട്ടൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചില്ല നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഇങ്ങനെ ആക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായി വരും. ഇതാണ് പരിപാടി, കണ്ട. കണ്ട, ഇതേപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. നല്ല നേർങ്ങനെയാക്കി ഇതേപോലെ ഇങ്ങനെയാക്കി എടുക്കുക. കണ്ട, അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഓരോ പീസാക്കണതിന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിലാക്കാം. ഞാനിപ്പോൾ ഇത് ഇത്രയും വണ്ണത്തിലാണ് ആക്കിയിട്ടില്ല. കണ്ട, കാണുന്നുണ്ടല്ലോ, കണ്ടില്ലേ? അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെ മുറിക്കുന്നുണ്ടേ, ഓരോ പീസാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. എല്ലാവരെയും മുറിച്ചെടുത്ത് ഇനി വേണ്ടത് നമുക്ക് ഓരോ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. എങ്ങനെയാണോ വേണ്ടത് അതേപോലെ നമുക്കാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് പരത്തിയിട്ടെടുക്കാം നമുക്കതിനെ. ബിസ്ക്കറ്റിൻ്റെ ആകൃതിയിൽ നമുക്കിനി ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്തു. എന്നിട്ട് അടുത്ത് എന്നാ ചെയ്യുന്നത് വെച്ചാൽ നോക്കിക്കൊള്ളണേ. നോക്കിക്കോളേ, ഇതേപോലത്തെ ആകൃതിയിൽ ആക്കിക്കോളും. എല്ലാവരും ഇതേപോലെ ഞാൻ ആക്കിയെടുക്കട്ടെ. ഇതാണ് പരിപാടി. അപ്പോൾ ഇത് രണ്ട് മോഡലിലാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നിങ്ങനെ വട്ടത്തിലാണ്, ഒന്നിങ്ങനെയാണ്. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഈ തട്ടിലേക്ക് ഞാൻ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരമായി ഞാനിത് വെച്ചിട്ട്.
ബേക്ക് ചെയ്തെടുക്കുക നമ്മൾ. ഒരിക്കൽ എല്ലാം വെക്കാനാവും തോന്നുന്നില്ല, 2 പ്രാവശ്യമാക്കിയിട്ട് വെക്കേണ്ടി വരും ചിലപ്പോൾ. തമാമൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ലല്ലോ വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും വെച്ച് ഞാനിവിടെ അടച്ച് വെക്കാം. അപ്പം ഇത് എത്ര സമയം കൊണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ആയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അടച്ചു വെച്ചു. ഇതാവട്ടെ. ഇപ്പോൾ ഗൈസ് നമുക്ക് ബിസ്ക്കറ്റായോ നോക്കാം. ബിസ്ക്കറ്റെല്ലാം റെഡിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ ബിസ്ക്കറ്റെല്ലാം ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ബിസ്ക്കറ്റാണ്. ഒന്ന് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ട, നല്ല അടിപൊളി ബിസ്ക്കറ്റ്. ഞാൻ കഴിച്ചിട്ടും കാണിച്ചു തരാം. കണ്ട, നല്ല കാലം മുഴുവൻ നല്ല ബിസ്ക്കറ്റ്. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്നില്ലേ, അതേപോലത്തെ ബിസ്ക്കറ്റ്. കണ്ട, ഇതിൻ്റെ അടിഭാഗം ഇതാ, പുറഭാഗം ഇതാ. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അടിപൊളി ബിസ്ക്കറ്റാണ് ഇത്. ഞാൻ പൊട്ടിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.